പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്ക് തടസ്സം നമ്മിൽ വസിക്കുന്ന പാപമാണ്. പാപബോധമില്ലാത്ത അവസ്ഥ ഹൃദയത്തിൽ കുഷ്ഠം പിടിച്ചതുപോലെയാണ്. 1 പത്രോസ് 4:18 തിരുവചനം നമ്മോട് ചോദിക്കുന്നു, നീതിമാന്മാർ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ദുഷ്ടൻ്റെയും പാപികളുടെയും സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെപ്പറ്റി നാം ചിന്തിക്കണം. നമ്മുടെ ആത്മാവിനാണ് സൗഖ്യം ലഭിക്കേണ്ടത്. കൂദാശകൾ ആത്മാവിൻ്റെ സൗഖ്യത്തിനുള്ളതാണ്. നമ്മുടെ ആത്മാവിന് ദൈവത്തെ കാണുവാനുള്ള വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 12:14-15 തിരുവചനങ്ങളിൽ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. സങ്കീർത്തനം 32:1 സങ്കീർത്തകൻ പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ. നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും മോചനം കിട്ടിയാൽ നാം ഭാഗ്യവാന്മാരാണ്. അതിനായി നാം പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ നമ്മുടെ പാപങ്ങൾ യേശു ക്ഷമിക്കും. കർത്താവിനോട് അടുക്കുവാനുള്ള തടസ്സങ്ങൾ നാം എടുത്തു മാറ്റണം. വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും അഹങ്കാരവും അസൂയയും അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം. കാരണം ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിലെ തടസ്സങ്ങളാണ്. ദൈവത്തോട് അടുക്കുവാനുള്ള തടസ്സങ്ങളെ നാം നീക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നു മാത്രമല്ല, പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശുനാഥൻ ഒഴുക്കും. യേശു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാക്കളെ സുഖപ്പെടുത്തും. ആത്മാവിൻ്റെ രോഗമാണ് യഥാർത്ഥത്തിൽ പാപം. പാപം മോചിക്കപ്പെട്ടാൽ നമുക്ക് വിശുദ്ധി ലഭിക്കും. നാം പാപങ്ങൾ ഏറ്റുപറയണം. നാം പാപങ്ങൾ ഏറ്റുപറയാതെ അവയെല്ലാം മറച്ചു വയ്ക്കുമ്പോൾ അവയെല്ലാം കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊരു ബോധ്യം വേണം. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. കർത്താവിൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുകയില്ല. നമുക്ക് വിശുദ്ധി ലഭിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ, നമുക്ക് സന്തോഷത്തോടെ ഈ ലോക ജീവിതം നയിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ സ്വാധീനം എടുത്തു മാറ്റണം. നമ്മിൽ പാപം ഉണ്ടായിരിക്കരുത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യേശു വരുന്നത് നമ്മെയും കൂട്ടിക്കൊണ്ട് പോകുവാനാണ്. പിതാവിലേക്കുള്ള വഴി യേശുനാഥനാണ്. യോഹന്നാൻ 14:1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ യേശുനാഥൻ വീണ്ടും വരുന്നത്
യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ഉദ്ദേശം നമ്മളെയും കൂട്ടി പിതാവിൻ്റെ അടുക്കിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നാം അനുതപിക്കണം, മാനസാന്തരപ്പെടണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നാം നേടിയെടുക്കണം. പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ വരാൻ സാധിക്കും. നാം വിശുദ്ധിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോടൊത്ത് വസിക്കും. നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും നിത്യജീവനിലേക്ക് കടക്കുവാനും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.